ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. ശ്രീ മഹാഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീനാരായണ ഭട്ടതിരി നമസ്തേ. നമാമി നാരായണപാദപങ്കജം കരോമി നാരായണപൂജനം സദാ. വദാമി നാരായണനാമനിർമ്മലം സ്മരാമി നാരായണതത്വമവ്യയം. നാരായണൻ രോഗവിമുക്തി നേടാൻ നാരായണൻ തൻ സവിധത്തിലെത്തി. നാരായണീയത്തെ ഇരുന്നു പാടി നാരായണൻ വിമുക്തി നേടി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് 13-ാം അധ്യായം ദശകം 13-ാം ദശകം ഹിരണ്യാക്ഷവധം നോക്കാം. ഇതിൻ്റെ വൃത്തം ശിഖരിണി എന്നാണ്. ഓം നമോ നാരായണായ. ദശകം 13. ഹിരണ്യാക്ഷം താവദ്വരദ ഭവദന്വേഷണപരം. ഹിരണ്യാക്ഷം താവദ്വരദ ഭവദന്വേഷണപരം. ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ. ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ. ഭവദ്ഭക്തോ ഗത്വാ കപടപടുധേർനാരദമുനിഃ. ഭവദ്ഭക്തോ ഗത്വാ കപടപടുധേർനാരദമുനിഃ. ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദൻ തവ ബലം. ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദൻ തവ ബലം. എങ്ങനെയാ പദം മുറിക്കാൻ നോക്കാം. ഹിരണ്യാക്ഷം താവദ്വരദ എന്നുണ്ട്. താവത് വരദ. താവത് വരദ, വരങ്ങളെ തരുന്നവനെ എന്നാണ് വിളിക്കുന്നത്. ഭവത് അന്വേഷണപരം, അതാണ് ഭവദന്വേഷണപരം. ഹിരണ്യാക്ഷം താവത് വരദ ഭവത് അന്വേഷണപരം. ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ. ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർ നാരദമുനിഃ. ശനൈരൂജേ നന്ദൻ. ശനൈരൂജേ എന്നുണ്ട്. ശനൈഹി ഊജേ അല്ലെങ്കിൽ ശനൈരൂജേ എന്നും വായിക്കാം. നന്ദൻ ധനുജം അപി നിന്ദൻ തവബലം. ഇന്ദം സ്തവബലം എന്നുണ്ട്. അതിന് നിന്ദൻ തവബലം എന്ന് വായിക്കാം. ഈ അർത്ഥം നോക്കാം. താവത് ഭവദ്ഭക്ത കപടപടുധീഹി നാരദമുനിഃ. അപ്പോഴേക്കും അങ്ങയുടെ ഭക്തനും കാപ്പട്യത്തിനും ഇടുക്കുറ്റ ബുദ്ധിയുള്ളവനുമായ ശ്രീനാരദ മഹർഷി വരദ ഭവദന്വേഷണപരം. വരദാതായുള്ളവനെ, വരങ്ങളെ തരുന്നവനെ, അങ്ങയെ തിരഞ്ഞു പിടിക്കുന്നതിൽ ഏർപ്പെട്ടവനും. നിജജിംഘാ പരിമിതേ, തൻ്റെ കണങ്കാലോളം എത്തുന്നതുമായ സാംവർത്തേ പയസി ചരന്തം, പ്രളയജലത്തിൽ ഓടിപ്പാൻ നടക്കുന്നവനുമായ ഹിരണ്യാക്ഷം ഗത്വാ, ഹിരണ്യാക്ഷനെ പ്രാപിച്ചിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് ധനുജം നന്ദൻ തവബലം, അസുരനെ ശ്ലാഘിച്ചുകൊണ്ടും അങ്ങയുടെ നിന്ദൻ അപി, അങ്ങയുടെ ബലത്തെ നിന്ദിച്ചുകൊണ്ടും ശനൈഹി ഊജേ, പതുക്കെ സാവകാശമായി പറഞ്ഞു. ഇതിൻ്റെ ട്യൂണൊന്ന് നോക്കാം. ഹിരണ്യാക്ഷം താവത് വരദ ഭവത് അന്വേഷണപരം. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം. ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ. ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ. ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർ നാരദമുനിഃ. ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർ നാരദമുനിഃ. ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദൻ തവ ബലം. ശനൈഹി ഊജേ നന്ദൻ ധനുജം അപി നിന്ദൻ തവ ബലം. രണ്ടാം ശ്ലോകം നോക്കാം. സമായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതീം. സ മായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതീം. പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിതഃ.
പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാപി ഗതിതഃ നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തമുദകാത് ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദകാത്. ഇവിടെ അധികമൊന്നും പദം മുറിക്കാനില്ല. എങ്ങനെ വെച്ചാൽ അവസാനത്തെ വരി ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദകാത്, അവിടെ മാത്രമേ ഉള്ളൂ. ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദകാത്. ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. സ മായാവി വിഷ്ണു, ആ മായാവിയായ വിഷ്ണു ഭവതിയാം സുമതിയും ഹരതി, അങ്ങയുടെ തായ ഭൂമിയെ തട്ടിക്കൊണ്ടു പോകുന്നു. പ്രഭോ ഘട്ടം ഘട്ടം ഇതം കിം, സ്വാമിൻ ഇത് മഹാഘട്ടം തന്നെയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിതേന അഭിഗതിര, എന്നിങ്ങനെ നാരദ മഹർഷി അസുരനെ നോക്കി പറഞ്ഞു. അപ്പോൾ സഹ ക്വ അസൗ ഇതിനതൻ മുനിനാ ദർശിതപഥ, അവൻ ഹിരണ്യാക്ഷൻ എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട് മുനി കാട്ടിക്കൊടുത്ത വഴി പിടിച്ച് ധരണിധരം ഉദകാത് ഉദ്യന്തം, ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട് പ്രളയജലത്തിൽ നിന്ന് കയറി വരുന്ന ഭവന്തം സംപ്രാപത്, അങ്ങയെ പ്രാപിച്ചു, കണ്ടെത്തി എന്നർത്ഥം. മായാവി വിഷ്ണു സ്വതേ മായാവിയാണല്ലോ. ഇവിടെയും ആ മായ തന്നെയാണ് വിഷ്ണു കാട്ടുന്നത് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒന്നായിട്ട് വായിക്കുന്ന ട്യൂണ് നോക്കാം. സ മായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതീം, സ മായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതീം, പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിതഃ, പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിതഃ, നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ, നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ, ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദകാത്, ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദകാത്. ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർ, അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർ, ദുരുക്തൈർ വിദ്യന്തം ദിദിസുതം അവജ്ഞായ ഭഗവൻ, ദുരുക്തൈർ വിദ്യന്തം ദിദിസുതം അവജ്ഞായ ഭഗവൻ, മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ, മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ, വയോധാവാഥായ പ്രസപമുദയുങ്ക്ത മൃതവിധൗ, വയോധാവാഥായ പ്രസപമുദയുങ്ക്ത മൃതവിധൗ. എങ്ങനെയാ പദം പിരിക്കാൻ നോക്കാം. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുധരൈർ, ദുരുക്തൈർവിദ്യന്തം ദിദിസുതം അവജ്ഞായ ഭഗവൻ, ദിദിസുതം അവജ്ഞായ, മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിരാം സ്വേന മഹസാ, പയോധാവാഥായ. അതങ്ങനെ തന്നെ വായിക്കാം. ഇത് മുറിച്ച് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പയോധൗ ആധായ എന്ന് വായിക്കണം, അതിനേക്കാളും നല്ലത്. പയോധാവാഥായ പ്രസഭം ഉപയുക്ത, പ്രസഭം ഉദയുക്ത പ്രസഭം ഉദയുക്ത മൃതവിധൗ. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. അഹോ അയം ആരണ്യ മൃഗ ഇതിഹസന്തം, കഷ്ടം, ഇതൊരു കാട്ടുമൃഗമാണല്ലോ എന്നിങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പറയുന്നവനും, ബഹുതരൈഹി ദുരുക്തൈർ വിദ്യന്തം, പലതരത്തിലുള്ള ദുർവാക്കുകളാൽ തന്നെ വേദനപ്പെടുത്തുന്നവനുമായ ദിദിസുതം അവജ്ഞായ ഭഗവൻ, ആ അസുരനെ അവഗണിച്ച് കണക്കാക്കാതെ ഭഗവാനെ അവിടുന്ന് മഹീം ദംഷ്ട്രാ ശിരസി ചകിതാം ദൃഷ്ട്വാ, ഭൂമിയെ ദംഷ്ട്രയുടെ അറ്റത്ത് കിടന്ന് പേടിച്ച് വിറയ്ക്കുന്നവളായി കണ്ടിട്ട്, സ്വേന മഹസാ പയോധൗ ആധായ,
തൻ്റെ പ്രഭാവത്താൽ സമുദ്രജലത്തിന്മീതെ ഉറപ്പിച്ചു നിർത്തിയിട്ട് പ്രസഭം മൃതവിധൗ ഉദയുക്താഹ തക്ഷണം കൂസൽ കൂടാതെ യുദ്ധം ചെയ്യുന്നതിന് ഒരുങ്ങി പുറപ്പെട്ടു എന്ന് പറയുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് ട്യൂണിൽ വായിക്കാം. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരേർ അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരേർ ദുരുക്തൈർ വിദ്യന്തം ദിതിസുതം അവജ്ഞായ ഭഗവൻ ദുരുക്തൈർ വിദ്യന്തം ദിതിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ വയോധാവാധായ പ്രസപം ഉദയുക്ത മൃതവിധൗ വയോധാവാധായ പ്രസപം ഉദയുക്ത മൃതവിധൗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ